ഫ്ലൂ സീസണിലെ ഒരു സൂപ്പ് അസുഖം വന്നവർക്കും അസുഖം വരാതിരിക്കാനും അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിക്കാം. ഇതൊരു വലിയ സബോള, നിങ്ങൾക്ക് വേണ്ട 2 സബോള വേണേ എടുക്കാം. ഇത് 2 ടൊമാറ്റോ, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് ബാർലി. നമുക്ക് ഇതൊരു മീലായിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പം ഇതിൻ്റെ കൂടെ ഇട്ട് ആഡ് ചെയ്യാനാണ്. സോൾട്ട്, ഇതാണ് പ്രധാനം. ഓൾ കൈൻഡ് ഓഫ് വെജിറ്റബിൾ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സെലറി, പിന്നെ ബെൽ പെപ്പർ. ഞാൻ എടുത്തിരിക്കുന്നത് മിക്സഡ് വെജിറ്റബിൾ ആണ്, അതിനകത്ത് എല്ലാം ഉണ്ട്. ക്യാരറ്റ്, ഗ്രീൻ പീസ്, കോണ് എല്ലാം. പിന്നെ കടുക്, ക്രഷ്ഡ് മുളക്, കുരുമുളക്, ജീരകം. ഇത് ഞാൻ മീറ്റ്, നമുക്ക് എന്ത് മീറ്റാ ഇഷ്ടം അത് പ്രഷർ കുക്കറിൽ നല്ലപോലെ വേവിച്ച് അതിൻ്റെ എല്ലുള്ള മീറ്റ് എടുക്കണം. അതിൻ്റെ മജ്ജയൊക്കെ ഇറങ്ങി നല്ലപോലെ വെന്ത് അലിഞ്ഞു വരണം. പിന്നെ ബട്ടർ, ഇത്രയും സാധനം മതി. അപ്പോൾ ഉണ്ടാക്കാം കേട്ടോ. മൂടിന് നല്ല കട്ടിയുള്ള ഒരു പാൻ ഇവിടെ ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ബട്ടർ, നിങ്ങൾക്ക് വേണേ വെളിച്ചെണ്ണയും കൂടെ കൂട്ടി മിക്സ് ചെയ്യാം കേട്ടോ. ഇതിന്ന് നല്ലപോലെ മെൽറ്റായി വരണം. ഇനി ഞാൻ ഇതിലോട്ട് കടുക്, ജീരകം, ഒരു 2 സ്പൂൺ ജീരകം, ക്രഷ്ഡ് മുളക്, കുരുമുളക് പൊടി, ഇത്രയും സ്പൈസസ് ആവശ്യമില്ലാത്തവർക്ക് മുളകിന്റെ എമൗണ്ട് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. 1, 2, 3 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലോട്ട് ചേർക്കും. ഇനി ഇതിലോട്ട് നമ്മുടെ പച്ചക്കറികൾ ചേർക്കുവാണ്. സെലറി, ബെൽ പെപ്പർ, മിക്സഡ് വെജിറ്റബിൾ എല്ലാം ഉണ്ട്. എന്ത് വെജിറ്റബിളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് അത് ചേർക്കാം. മിക്കവാറും കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി മനുഷ്യര് പൊട്ടറ്റോ ചേർക്കാറുണ്ട്. എനിക്ക് സെൻസിറ്റീവ് സ്റ്റൊമക്ക് ആയതുകൊണ്ട് ഞാൻ പൊട്ടറ്റോ ചേർക്കാത്തത്. ഇത് വേകാനായിട്ട് ഞാൻ പച്ചവെള്ളം അല്ല ഒഴിക്കുന്നത്, ബ്രോത്താണ് ഒഴിക്കുന്നത്. ബ്രോത്തിൽ കിടന്ന് ഈ വെജിറ്റബിൾ വേകണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മീറ്റ്, ഞാനിവിടെ ബീഫാണ് എടുത്തിരിക്കുന്നത്, അത് പ്രഷർ കുക്കറിൽ വെച്ച് ഒരു 7 വിസിലടിച്ച് നല്ലപോലെ, അത് എല്ലുള്ള മീറ്റാണ്, അതോടുകൂടി ആഡ് ചെയ്ത് ഇത് വേവിക്കുകയാണ്. ഇത് പകുതി വേവാകുമ്പോഴത്തേക്കും ഞാൻ ബാർലിയും കൂടെ ചേർക്കും. അന്നേരം കാണിക്കാം കേട്ടോ. ഇത് വേകട്ടെ. സബോളയ്ക്ക് മറ്റെല്ലാത്തിനെ കഴിഞ്ഞും കൂടുതൽ മൂപ്പുള്ളതുകൊണ്ട് ആദ്യം ഞാൻ സബോള ഇങ്ങനെ മൂപ്പിച്ചെടുക്കും. ഇത് നെയ്ക്കകത്ത് ഒരു നല്ലപോലെ ചുമക്കുന്നവരെ മൂപ്പിച്ചെടുക്കണം. ഇത് മൂപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ ആ മിക്സിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. കണ്ടല്ലോ.
സൂപ്പ് ഇവിടെ നല്ലപോലെ തിളച്ചു. ഞാൻ എൻ്റെ ഒണിയൻ സെപ്പറേറ്റ് ആണ് റോസ്റ്റ് ചെയ്തെടുത്തത്. അതാണ് ഇച്ചിരി മോർ ടേസ്റ്റ്. നിങ്ങൾക്ക് വേണം ആദ്യം തന്നെ ബാക്കി കടുകൊക്കെ മൂപ്പിക്കുന്ന കൂട്ടത്തിൽ ചെയ്യാം കേട്ടോ. ഇനി മുമ്പേ കാണിച്ച 1 കപ്പ് ബാർലി കഴുകിയെടുത്താണ് അതുകൂടെ ഇതിനകത്തോട്ട് ചേർക്കുന്നു. ഇനി ബാർലിക്ക് മാത്രം ഉപ്പ്, ബാക്കി ബ്രോത്തിനകത്ത് ഉപ്പുണ്ട്, മീറ്റ് ഞാൻ കുക്ക് ചെയ്തതിനകത്ത് ഉപ്പുണ്ട്. ഇത് 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ അതിനകത്ത് ചേർത്തു. 1 വാളൻ മല്ലിയില, ബാർലിക്ക് ഏകദേശം 15 മിനിറ്റ് കുക്കിംഗ് ടൈമുണ്ട്. അത് കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കായപ്പൊടിയും ചേർത്ത് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല ആവി പറക്കുന്ന സൂപ്പ് ഇവിടെ റെഡിയായി. നോക്കിയേ, വെജിറ്റബിളും മീറ്റും ബാർലിയും എല്ലാം ചേർന്ന് 2 ക്രാക്കേഴ്സും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ബാലൻസ്ഡ് ഫുഡും ആകും. സൈനസിനും ഫ്ലൂവിനും എല്ലാം ഉള്ള ഒറ്റമൂലി. നിങ്ങൾ ട്രൈ ചെയ്ത് അഭിപ്രായം പറ കേട്ടോ.